നമുക്ക് ഒരു പഴം പായസം ഉണ്ടാക്കാം. സിമ്പിളായിട്ട്, ഇങ്ങനെ തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ നമ്മുടെ സാധാ പശുവും പാലും കൊണ്ട് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2 ഏത്തപ്പഴമാണ്. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. ഇത് നമുക്കിനി കട്ട് ചെയ്യണം. ഇപ്പം ഞാൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡിലത്തെ ബ്ലാക്ക് കളർ സീഡ് എടുത്ത് കളയാം. ഞാൻ ചിലതൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അത് കേടൊന്നുമല്ലല്ലോ ദേഹത്തിന്, അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ ഫ്രൈ എടുക്കേണ്ടതാണ്. നമുക്ക് ചവ്വരി ഒരു 1/4 കപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് നമുക്കിത് വെക്കണം. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് വേണ്ട നട്ട്സ് എടുക്കാം. ഞാൻ ഇപ്പോൾ കാഷ്യൂം റേസിനൊക്കെ എടുത്തിരിക്കുന്നത്, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതേ പാനിൽ തന്നെ പഴവും കൂടെ ഒന്ന് ഈ നെയ്യിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നട്ട്സൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് പഴത്തിൻ്റെ പീസസും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നെയ്യ് പോരാന്ന് തോന്നുമെങ്കിൽ 1 സ്പൂണും കൂടെ നെയ്യ് ഇതിലേക്ക് ഇടാം. ഒന്ന് നന്നായിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ, അതുവരെ നമുക്ക് നെയ്യിലെല്ലാം ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ചെറിയ നിറമൊക്കെ മാറിയിട്ട് ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ പഴത്തിലൊക്കെ പഞ്ചസാരയും പിടിച്ച് ആ കളർ തന്നെ ഒന്ന് കാരമലൈസ് ആയിട്ട് വരും. അപ്പോൾ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടും പഴത്തിന്. വെള്ളമൊന്നും ഒഴിക്കണ്ട, ആ പഞ്ചസാര മെൽട്ടായിട്ട് തന്നെ അത് കാരമലൈസ്ഡ് ആയിക്കോളും. ഇപ്പോൾ പഴത്തിൻ്റെ നിറവും മാറാൻ തുടങ്ങും. ഇതുപോലെ തന്നെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നന്നായി മെൽട്ടായിട്ട് പഴത്തിൻ്റെ കളറൊക്കെ മാറി നല്ല പഞ്ചസാരയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിൽ ഞാനൊരു 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ഇടാം. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, ചവ്വരി എടുക്കുന്നൊക്കെ എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ, കാരണം ഓൾറെഡി പഴമുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു 1/4 കപ്പ് ചവ്വരി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചവ്വരി ഒന്ന് വെന്ത് വരുമ്പോൾ നേരത്തെ തന്നെ ഞാൻ പാവ് കാച്ചി വെച്ചിരുന്നു. ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്, പഞ്ചസാരയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. ഞാനൊരു 3 അച്ച് ശർക്കരയാണ് എടുത്തത്. അത് പാവ് കാച്ചിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയും ചവ്വരിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് നിങ്ങൾക്ക് കാണാമല്ലോ, ചവ്വരിയൊക്കെ മേലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പഴമല്ല, അത് ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. പതുക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പായസത്തിൻ്റെയൊക്കെ ഒറിജിനൽ മണം തന്നെ വന്നു. ഇനിയിപ്പോൾ എന്തിനാ തേങ്ങാപ്പാലൊക്കെ, എനിക്ക് ഭയങ്കര മടിയാണ് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ. ഇതാകുമ്പോൾ എളുപ്പത്തിൽ പണി തീരും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്, പഴമൊക്കെ മേലെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഴം ഉടച്ചും എടുക്കാം കേട്ടോ. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.